കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് തിരുച്ചിറപ്പള്ളി സ്വദേശികളായ രാജ അക്ഷയ എന്നീ ദമ്പതികളുടെ ദാമ്പത്യ തർക്കങ്ങളാണ്. പരസ്പരം അതിശക്തമായ ആരോപണങ്ങളുമായി രണ്ട് പക്ഷവും രംഗത്ത് വന്നതോടെ പൊതുജനങ്ങളും സോഷ്യൽ മീഡിയയും രണ്ട് തട്ടിലായി തിരിഞ്ഞിരിക്കുകയാണ്. ഒരു വശത്ത് ഭർത്താവായ രാജ പുറത്തുവിട്ട ദൃശ്യങ്ങൾ കണ്ട് ഭാര്യയാണ് തെറ്റുകാരി എന്ന് വലിയൊരു വിഭാഗം വാദിക്കുമ്പോൾ, മറുവശത്ത് തനിക്ക് നേരെ നടന്ന ക്രൂരമായ ശാരീരിക പീഡനങ്ങളെക്കുറിച്ച് ഭാര്യ അക്ഷയ സംസാരിക്കുന്ന വീഡിയോയും വലിയ ചർച്ചകൾക്കിടയാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കൊണ്ട് മാത്രം ഒരു കേസിന്റെയോ ഒരു മനുഷ്യന്റെയോ പൂർണ്ണമായ സത്യാവസ്ഥ അളക്കാൻ കഴിയില്ല എന്നതാണ്. രണ്ട് ഭാഗത്തും അവരവരുടേതായ ന്യായങ്ങളും ഗൗരവമേറിയ വാദങ്ങളും ഉണ്ട്. ഈ കേസിൽ രണ്ട് പക്ഷവും മുന്നോട്ട് വയ്ക്കുന്ന ആ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പൂർണ്ണമായും നിഷ്പക്ഷമായി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഭർത്താവായ രാജ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ആ വൈറൽ വീഡിയോയിലേക്ക് വരാം. അക്ഷയ മുൻപ് താമസിച്ചിരുന്ന വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ വെച്ചാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. രാജ പുറത്തുവിട്ട വീഡിയോയിൽ അക്ഷയോടൊപ്പം ഒരു മുറിക്കുള്ളിൽ മറ്റൊരു പുരുഷൻ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. രാജ പുറത്തുനിന്ന് വാതിൽ മുട്ടി വലിയ രീതിയിൽ ബഹളം വെച്ചിട്ടും ആ വ്യക്തി പുറത്തേക്ക് വരാൻ തയ്യാറാകുന്നില്ല. രാജ വീണ്ടും വീണ്ടും ആക്രോശിച്ചുകൊണ്ട് അവനെ പുറത്തേക്ക് ഇറക്കുക എന്നാവശ്യപ്പെട്ടതിന് ശേഷമാണ് അക്ഷയ വാതിൽ തുറന്ന് അവനെ പുറത്തേക്ക് വിടുന്നത്. வர சொல்றீ அவனை வெளில வர சொல்லு. வெளில வர சொல்லு. ஏய் வெளில வாடா. மிண்டல் இந்த மாதிரி கண்ணா. வெளில வர சொல்லு. ജോസ് ബ്രോ. ഈ ദൃശ്യങ്ങൾ കണ്ട സോഷ്യൽ മീഡിയ വലിയ രീതിയിലാണ് അക്ഷയ്ക്കെതിരെ പ്രതികരിച്ചത്. രാജയെ അനുകൂലിക്കുന്നവർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ന്യായമായ ഒരു ചോദ്യമുണ്ട്. ആ വ്യക്തി അക്ഷയെ രക്ഷിക്കാൻ കയറിയതാണെങ്കിൽ ഭർത്താവ് വന്ന് വാതിൽ മുട്ടി വിളിച്ചപ്പോൾ എന്തുകൊണ്ട് അയാൾക്ക് അപ്പോൾ തന്നെ പുറത്തു വന്ന് കാര്യം പറഞ്ഞുകൂടാ? ആ പ്രശ്നം അവിടെ വെച്ച് തന്നെ അപ്പോൾ തീർക്കാമായിരുന്നില്ലേ? അയാൾ എന്തുകൊണ്ട് അകത്ത് തന്നെ ഒളിച്ചിരുന്നു? അക്ഷയ വാതിൽ തുറക്കുന്നത് വരെ അയാൾ പുറത്തേക്ക് വരാതിരുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാൻ കയറിയ ആളാണെങ്കിൽ ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന ന്യായമായ ചോദ്യമാണ് രാജയെ അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ ഉയർത്തുന്നത്. എന്നാൽ ഈ നാണയത്തിന് വളരെ ഗൗരവമേറിയ, ആരെയും നടുക്കുന്ന മറ്റൊരു വശം കൂടിയുണ്ട്. തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്ക് മറുപടിയായി അക്ഷയും അവളുടെ കുടുംബവും இப்போ രംഗത്തെത്തിയിട്ടുണ്ട്. பேர் அக்ஷயா. இப்போ சோசியல் மீடியால பரவிட்டு இருக்க வீடியோ எதுவுமே இப்ப எடுத்தது கிடையாது. 2025 எடுத்தது ஏப்ரல்ல. இந்த வீடியோ அவரு தப்பா எதுவும் யூஸ் பண்ணக்கூடாது, சோசியல் மீடியால எல்லாம் போடக்கூடாது அப்படின்னு சொல்லிட்டு ஸ்டேஷன்ல 2 டைம் கம்ப்ளைண்ட் ஆயிருக்கு. கம்ப்ளைண்ட் ஆகி இந்த வீடியோ யூஸ் பண்ணவே கூடாது, ஏன்னா இது ஒரு ஃபேக் வீடியோ. அவர் வேணும்னே கஞ்சா அடிச்சுட்டு நான் தங்கியிருக்க ஹாஸ்டல்ல வம்பிழுத்தாரு. அங்க ஸ்டாஃப் எல்லாருமே தான் தங்கியிருப்போம். என் கூட பக்கத்து ரூம்ல 2 பிள்ளைங்களா இருந்தாங்க, அவங்களெல்லாம் அவர் கவர் பண்ணி எடுக்கவே கிடையாது. താൻ അനുഭവിച്ച അതിക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങളാണ് അക്ഷയ ഈ വീഡിയോയ്ക്ക് മറുപടിയായി നിരത്തുന്നത്. അക്ഷയുടെയും കുടുംബത്തിന്റെയും വാദങ്ങൾ പ്രകാരം രാജ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾക്ക് അടിമയായ ഒരു സ്ഥിരം കുറ്റവാളിയാണ്. ലഹരി മൂത്ത് കഴിഞ്ഞാൽ ഒരു സൈക്കോയെ പോലെയാണ് അയാൾ പെരുമാറുന്നത്. മുൻപുണ്ടായ തർക്കങ്ങൾക്കിടയിൽ അക്ഷയെ ക്രൂരമായി മർദ്ദിച്ച രാജ അവളുടെ തല നിർബന്ധപൂർവ്വം മൊട്ടയടിച്ച് മുറിയിൽ പൂട്ടിയിട്ടു. ദേഷ്യം വരുമ്പോഴൊക്കെ അക്ഷയുടെ ശരീരത്തിൽ സിഗരറ്റ് കുറ്റി ഉപയോഗിച്ച് പൊള്ളിക്കുന്നത് രാജയുടെ ഒരു പതിവായിരുന്നുവെന്നും ഇതിന്റെ തഴമ്പുകൾ ഇപ്പോഴും അവരുടെ ശരീരത്തിൽ ഉണ്ട് എന്നും അക്ഷയ വ്യക്തമാക്കുന്നു. ഇതിലൊക്കെ ഉപരിയായി താൻ ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടി വെറും 4 വയസ്സുകാരനായ സ്വന്തം മകന്റെ ശരീരത്തിൽ ബ്ലേഡ് കൊണ്ട് മുറിവുകൾ ഉണ്ടാക്കി അക്ഷയെ രാജ നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നുവെന്നും ആരോപണമുണ്ട്. ഈ അതിക്രമങ്ങൾ സഹിക്കാൻ വയ്യാതെയാണ് കഴിഞ്ഞ 1 വർഷമായി അക്ഷയ രാജയിൽ നിന്നും മാറി താമസിച്ചിരുന്നത്. ഇപ്പോൾ പ്രചരിക്കുന്ന ആ വീഡിയോ നിലവിലേതല്ല, മറിച്ച് മാസങ്ങൾക്ക് മുൻപ് ചിത്രീകരിക്കപ്പെട്ടതാണെന്നും അക്ഷയ വ്യക്തമാക്കുന്നു. ഈ വീഡിയോ ഉപയോഗിച്ച് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്ന് കാണിച്ച് കഴിഞ്ഞ വർഷം തന്നെ അക്ഷയ പോലീസിൽ 2 തവണ പരാതി നൽകിയിരുന്നു. ഈ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ പങ്കുവയ്ക്കരുത് എന്ന് പോലീസ് രാജയ്ക്ക് അന്ന് തന്നെ കർശനമായ ഒരു താക്കീതും നൽകിയിരുന്നു. അക്ഷയുടെ വാദപ്രകാരം അന്ന് കഞ്ചാവ് ലഹരിയിൽ മാരക ആയുധങ്ങളുമായി രാജ ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ചു കയറിയപ്പോൾ ഹോസ്റ്റൽ അധികൃതരുമായി ബന്ധമുള്ള ആ വ്യക്തി തനിക്ക് അപകടം സംഭവിക്കാതിരിക്കാനാണ് അവിടേക്ക് വന്നത്.
കയ്യിൽ ആയുധവുമായി നിൽക്കുന്ന ലഹരിമൂത്ത ഒരാൾക്ക് മുന്നിലേക്ക് ഭയം കാരണം തന്നെയാണ് ആ വ്യക്തി പുറത്തിറങ്ങാതിരുന്നത് എന്നും അവർ വ്യക്തമാക്കുന്നു. എന്നാൽ രാജ ഈ സാഹചര്യം വളരെ തന്ത്രപൂർവ്വം ക്യാമറയിൽ പകർത്തി താൻ ഭാര്യയെ കൈയോടെ പിടികൂടി എന്ന രീതിയിൽ ഒരു കള്ളക്കഥ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നാണ് അക്ഷയുടെ പക്ഷം. ഈ ദമ്പതികൾ രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ ഇതിൽ ആര് പറയുന്നതാണ് സത്യമെന്ന് കണ്ടെത്തേണ്ടത് നിയമമാണ്. പോലീസിന്റെ രേഖകൾ അനുസരിച്ച് ദീർഘനാളത്തെ പിണക്കത്തിന് ശേഷം കുട്ടിയുടെ ഭാവിയെ ഓർത്ത് ഇവർ തെന്നൂരിൽ ഒരു പുതിയ വീടെടുത്ത് ഒരുമിച്ച് താമസം തുടങ്ങിയിരുന്നു. എന്നാൽ താമസം തുടങ്ങി വെറും 2 ദിവസത്തിനുള്ളിൽ ഇവരുടെ വീട്ടിൽ വെച്ച് വലിയൊരു തർക്കമുണ്ടാവുകയും അക്ഷയെ മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഈ രാജ. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് രാജ അക്ഷയുടെ മുഖത്തും ശരീരത്തിലും വെട്ടി പരിക്കേൽപ്പിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനെ തുടർന്നാണ് തിരുച്ചിറപ്പള്ളി കന്റോൺമെന്റ് പോലീസ് രാജയ്ക്കെതിരെ വധശ്രമം, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള ശക്തമായ വകുപ്പുകൾ ചുമത്തി ജയിലിലടച്ചു. താൻ ചെയ്ത കൊലപാതക ശ്രമത്തിൽ നിന്നും രക്ഷപ്പെടാൻ ജനങ്ങളുടെ സിമ്പതി നേടാനുമാണ് രാജ പഴയ വീഡിയോസ് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് എന്നും അക്ഷയുടെ കുടുംബം പറയുമ്പോൾ ഭാര്യയുടെ ഭാഗത്തുനിന്നുണ്ടായ വഞ്ചനയാണ് തന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്നാണ് രാജയുടെ വാദം. നിലവിൽ ഈ ഒരു കേസ് കോടതിയുടെ പരിഗണനയിലാണ്. കുട്ടി ഇപ്പോൾ ചൈൽഡ് ലൈനിന്റെ സംരക്ഷണത്തിലാണ്. രണ്ടുപേരിൽ ആരാണ് യഥാർത്ഥ കുറ്റക്കാരെന്ന് പോലീസ് അന്വേഷണത്തിലൂടെയും കോടതി വിധിയിലൂടെയും മാത്രമേ വ്യക്തമാവൂ. 2 ഭാഗത്തും തെറ്റുകളും ന്യായങ്ങളും ആരോപിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് വിധിക്കാൻ ഒരിക്കലും കഴിയില്ല. തുടക്കത്തിൽ രാജയുടെ വീഡിയോ പുറത്തു വന്നപ്പോൾ എല്ലാവരും അയാളുടെ ഭാര്യയെ കുറ്റപ്പെടുത്തി. ഇപ്പോൾ ഭാര്യ പുറത്തുവിട്ട വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും രാജയെ കുറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 പേര് പറയുന്നതിൽ എന്താണ് ശരി എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ രാജ പുറത്തുവിട്ട വീഡിയോയിൽ കാണിക്കുന്ന അക്ഷയുടെ രൂപത്തിനും ഇപ്പോൾ അക്ഷയ പുറത്തുവിട്ട വീഡിയോയിലെ അക്ഷയുടെ ആ രൂപം കാണുമ്പോഴും നമുക്ക് ചെറിയ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. ഒരാൾ തന്നെയാണോ ഈ 2 വീഡിയോയിലും ഉള്ളത് എന്ന് നമുക്ക് തന്നെ സംശയം തോന്നിപ്പോകും. അത്രയും ഒരു രൂപമാറ്റമാണ് 2ലും ഉള്ളത്. എന്നാലും ഈ സംഭവത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഗുണപാഠമുണ്ട്. സോഷ്യൽ മീഡിയ എന്നത് ഒരു കോടതിയോ അവിടെയുള്ള ലൈക്കുകളും കമന്റുകളും ഒരു കേസിലെ അന്തിമ വിധിയോ അല്ല. സ്ക്രീനിൽ കാണുന്ന വെറും 1 മിനിറ്റോ 2 മിനിറ്റോ നീളമുള്ള എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങൾ കണ്ട് ആരെയും പൂർണ്ണമായി കുറ്റക്കാരനാക്കാനോ വിശുദ്ധനാക്കാനോ നമുക്ക് കഴിയില്ല. ഓരോ കഥയ്ക്കും നമുക്ക് കാണാൻ കഴിയാത്ത ഒരു മറുപുറം കൂടെ ഉണ്ടാകും. നിയമവും പോലീസും അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയ വിചാരണ നടത്തി ഒരാളുടെ ജീവിതം തകർക്കുന്നത് വലിയ തെറ്റാണ്. കുറ്റവാളി ആരായാലും അത് നിയമത്തിന് മുന്നിൽ തെളിയട്ടെ. അതുവരെ 2 ഭാഗത്തു നിന്നുമുള്ള വാദങ്ങളെയും വസ്തുതകളെയും ഒരേ കണ്ണോടെ കാണാൻ നമ്മൾ ശീലിക്കണം. എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്നുള്ളത് കമന്റിൽ പറയാം. അവസാനമായി ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ആ കുഞ്ഞിനാണ്. ഇവിടെ മുതിർന്നവർ ചെയ്യുന്ന തെറ്റുകൾക്ക് എന്തിന് ചെറിയ കുഞ്ഞുങ്ങൾ ശിക്ഷ അനുഭവിക്കണം? ഇപ്പോ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രം. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ തോന്നാം, പരസ്പരമുള്ള സ്നേഹവും നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ആ സമയത്ത് ചെയ്യേണ്ടത് നിങ്ങൾ നിയമപരമായി വേർപിരിയുക എന്നതാണ്. പരസ്പരം ബഹുമാനിച്ച് മാന്യമായി അവരവരുടെ വഴികൾ തിരഞ്ഞെടുത്ത് ജീവിക്കുക. കാരണം നിങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കാരണം തകരുന്നത് നിങ്ങൾ 2 പേരുടെയും ബന്ധം മാത്രമായിരിക്കില്ല. ഒരു കുഞ്ഞിന്റെ സുരക്ഷയും ഭാവിയും ആ കുഞ്ഞിന്റെ ജീവിതം മുഴുവനുമാണ്. അതുകൊണ്ട് ഒരു അക്രമത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ രേഖപ്പെടുത്താം. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് അറിയാനായി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.